നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ രോഗിയുമായി വന്ന ആംബുലൻസിനെ നടുറോട്ടിൽ കുടുക്കിയ 3 ബസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്ത പോലീസ്. തെറ്റായ വശങ്ങളിലൂടെ കയറി വന്ന 3 ബസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തത് അന്തിക്കാട് പോലീസ്. ആംബുലൻസ് നടുറോട്ടിൽ കുടുങ്ങിയത് തൃശൂർ കാഞ്ഞാണിയിൽ. സംഭവം ഞായറാഴ്ച വൈകുന്നേരം 4:30-ഓടെ. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. നാളിതുവരെ സ്വീകരിക്കാത്ത സമര രീതികൾ ഗതികേട് കൊണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട അവസ്ഥയാണെന്നും പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപണം. പട്ടാമ്പി നേർച്ചയാഘോഷം CCTV നിരീക്ഷണത്തിലാക്കും. തീരുമാനം പോലീസ് സ്റ്റേഷനിൽ ചേർന്ന സുരക്ഷാ ക്രമീകരണ യോഗത്തിൽ. നേർച്ചയാഘോഷം ഇൻഷുർ ചെയ്യാൻ ഷൊർണൂർ DYSP വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. തൃശൂർ കാഞ്ഞാണിയിൽ രോഗിയുമായി വന്നിരുന്ന ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. തെറ്റായ വശങ്ങളിലൂടെ 3 ബസ്സുകൾ കയറി വന്നതാണ് ആംബുലൻസ് വഴിയിൽ കുടുങ്ങാൻ കാരണം. കാഞ്ഞാണി സെന്ററിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30-ഓടെയായിരുന്നു സംഭവം. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ സ്ഥിരം ഗതാഗതക്കുരുക്കുള്ള മേഖലയിലെ കാഞ്ഞാണി സെന്ററിലായിരുന്നു സംഭവം. പുത്തൻപീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിരുന്ന ആംബുലൻസാണ് സ്വകാര്യ ബസ്സുകളുടെ തെറ്റായ നടപടി മൂലം വഴിയിൽ കുടുങ്ങിയത്. സംഭവ സമയത്ത് വാടാനപ്പള്ളി ഭാഗത്തേക്കുള്ള വശത്ത് വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നുണ്ടായിരുന്നു. സൈറൻ മുഴക്കി വരുന്ന ആംബുലൻസിനെ കണ്ടിട്ടും ഈ വാഹനങ്ങളെ മറികടന്ന് തെറ്റായ വശത്തുകൂടെ ബസ്സുകൾ കയറി വരികയായിരുന്നു. ഈ സമയം ആംബുലൻസ് സഞ്ചരിച്ചിരുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാത ഒഴിഞ്ഞു കിടക്കുകയായിരുന്നെങ്കിലും ബസ്സുകൾ കയറി വന്നതോടെ ആംബുലൻസ് വഴിയിൽ കുടുങ്ങുകയായിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ ഈ നടപടി മൂലം 5 മിനിറ്റോളം ആംബുലൻസ് വഴിയിൽ കുടുങ്ങി. ആംബുലൻസ് ഡ്രൈവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ സഹിതം അന്തിക്കാട് പോലീസ് 3 ബസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തത്. 2 വർഷം മുൻപ് ഇതേ റൂട്ടിലെ ചേറ്റുപുഴയിൽ വെച്ച് ആംബുലൻസിനെ വഴി തടഞ്ഞത് മൂലം യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ വീട്ടമ്മ മരണപ്പെട്ടത് ഏറെ വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. നാളിതുവരെ സ്വീകരിക്കാത്ത പ്രത്യക്ഷ സമര രീതികൾ ഗതികേട് കൊണ്ടെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട സ്ഥിതിയാണെന്നും അസോസിയേഷൻ സെക്രട്ടറി KV ലാൽ പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിരമിച്ച പോലീസുകാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും തടയപ്പെടുകയാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും സർക്കാർ നൽകിയില്ല. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. 2013 മുമ്പ് പരിശീലന കാലയളവിൽ സ്റ്റൈപ്പൻഡ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ 13 ശേഷമുള്ള പരിശീലന കാലയളവിൽ മാസ ശമ്പളവും നൽകി. പരിശീലന കാലയളവിലെ 2 നീതി പരിഹരിക്കാനായി കോടതി കയറേണ്ടി വന്നു. വിശ്രമമില്ലാത്ത ജോലിയും നേരത്തിന് ഭക്ഷണവുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസുകാർ വിരമിക്കുന്നതിനൊപ്പം രോഗിയായി തീരുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി മെഡിസെപ്പ് ഉണ്ടെങ്കിലും ഒരു തരത്തിലും പ്രയോജനവുമില്ല. വിരമിച്ചവർക്കും അല്ലാത്തവരുമായ പോലീസുകാരുടെ ആരോഗ്യ സംരക്ഷണം പോലീസ് ആക്ട് 104A പ്രകാരം സർക്കാർ ബാധ്യതയാണ്. മെഡിസെപ്പിന്റെ കരാർ രേഖ കിട്ടാനായും സംഘടനയ്ക്ക് കോടതി കയറേണ്ടി വന്നു. 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയമായിട്ടും 11ാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക നൽകിയിട്ടില്ല. എല്ലാവിധ ആനുകൂല്യങ്ങളും പല വിധത്തിൽ തടയപ്പെടുകയാണ്. പ്രശ്നപരിഹാരത്തിന് 11,000 പേർ ഒപ്പിട്ട നിവേദനം നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും നൽകിയില്ല. എല്ലാവിധത്തിലും ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും കേസ് കോടതിയിലെത്തിയാൽ സാമ്പത്തിക പ്രതിസന്ധിയും പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ്. ഇതിനൊക്കെ എതിരെയാണ് പ്രതിഷേധ സമരത്തിനിറങ്ങുന്നതെന്നും KV ലാൽ പറഞ്ഞു. നമ്മൾ ഗവൺമെന്റിന്റെ ജോലികൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് സമയത്ത് വിശ്രമം കിട്ടാതെയും സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ റിട്ടയർ ചെയ്ത് 56 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ആനുകൂല്യങ്ങളോടൊപ്പം വലിയൊരു ഗിഫ്റ്റായി കിട്ടുന്ന രോഗങ്ങളുണ്ട്. ഒരു നല്ല ശതമാനം ആൾക്കാരും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ രോഗികളല്ല. അപ്പൊ മെഡിസിപ്പിന്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം വേണ്ട ഗവൺമെന്റ് എംപ്ലോയീസ് വരുന്നത് പോലീസാണ്. അധ്യാപകരാണെങ്കിലും ഓഫീസ് ജീവനക്കാരാണെങ്കിലും അവർക്കെല്ലാം ആ നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് ജോലി ചെയ്താൽ മതി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഞങ്ങളുടെ പണം, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇപ്പോൾ സർവീസിലുള്ളവരുടെ ശമ്പളത്തിൽ നിന്നും ഞങ്ങളുടെ പെൻഷനിൽ നിന്ന് പിടിക്കുന്ന ഫണ്ട് കൊണ്ടാണ് മെഡിസിൻ നടപ്പിലാക്കുന്നത്. അതിന്റെ MOU കരാർ ഒന്ന് കാണിക്കാൻ ഗവൺമെന്റ് തയ്യാറായി. പ്രസിഡന്റ് K സ്വാമിനാഥൻ, സംസ്ഥാന സെക്രട്ടറി VJ രാമചന്ദ്രൻ, ട്രഷറർ AK യൂസഫ്, VV ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി 101 നേർച്ച ദേശീയോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരണ യോഗം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ചേർന്നു. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. നേർച്ച ആഘോഷം ഇൻഷുർ ചെയ്യാനും സുരക്ഷയ്ക്കായി പട്ടാമ്പി ടൗൺ മുഴുവൻ ഭാഗങ്ങളിലും CCTV സ്ഥാപിക്കാനും തീരുമാനമായി. പട്ടാമ്പി 111 നേർച്ച ദേശീയോത്സവം ഫെബ്രുവരി 8-9 തീയതികളിലാണ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ക്രമീകരണ യോഗമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വെച്ച് ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്നത്. മുഴുവൻ ഉപാഘോഷ കമ്മിറ്റി ഭാരവാഹികളും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. രാവിലത്തെ കൊടിയേറ്റത്തിനും വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണ ഘോഷയാത്രയിലും പങ്കെടുക്കുന്ന ഉപാഘോഷ കമ്മിറ്റി ഭാരവാഹികളാണ് പങ്കെടുത്തത്. സുരക്ഷയ്ക്കായി പട്ടാമ്പി ടൗൺ മുഴുവൻ CCTV ക്യാമറകളും വെളിച്ചത്തിനായി MH ലൈറ്റുകളും സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി. കൂടാതെ ഉത്സവം ഇൻഷുർ ചെയ്യാനും അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന നാസിക് ഡോൾ, DJ മുതലായവ കർശനമായി ഒഴിവാക്കാനും കൃത്യസമയം പാലിച്ച് ഘോഷയാത്ര പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചു. പട്ടാമ്പി CI പത്മരാജൻ, SI മണികണ്ഠൻ, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, ജനറൽ സെക്രട്ടറി അലി പൂവത്തെങ്കിൽ, ട്രഷറർ AV അബു, വൈസ് പ്രസിഡന്റുമാരായ വാഹിദ് കൽപ്പക, ഉസ്മാൻ പുളിക്കൽ, റാവുത്തന്മാർ, ഉപകമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി. 17-ാം ബ്ലോക്കിൽ റോഡിനോട് ചേർന്ന സ്ഥലത്താണ് കാട്ടാനകൾ എത്തിയത്. സ്ഥലത്തുണ്ടായിരുന്ന എണ്ണപ്പന കാട്ടാനകൾ മറിച്ചിട്ട് തിന്നു. ആനക്കൂട്ടം എത്തിയത് കാണാൻ വഴിയാത്രക്കാരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് തമ്പടിച്ചു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് വാച്ചർമാർ സഞ്ചാരികളെ സ്ഥലത്ത് നിന്നും മാറ്റി. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ സ്കൂളിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാ കായികമേള മത്സരം സമാപിച്ചു. 72 പോയിന്റോടെ ഒറ്റപ്പാലം താലൂക്ക് ചാമ്പ്യന്മാരായി. 38 പോയിന്റോടെ പാലക്കാട് താലൂക്ക് 2ാം സ്ഥാനവും 22 പോയിന്റ് നേടി ആലത്തൂർ താലൂക്ക് 3ാം സ്ഥാനവും നേടി. സമാപനവും സമ്മാന വിതരണവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുക, നാടിന്റെ സ്നേഹം പിടിച്ചുപറ്റുക എന്ന സന്ദേശമാണ് ഇത്തരം കലാകായിക മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് MLA പറഞ്ഞു. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും നടത്തുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം, നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ആ നിലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ, ഇൻക്ലൂസീവ് ആർട്സിന്റെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പരിമിതികളിൽ നിന്ന് മാറി ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധ്യതകളുടെ ലോകത്തേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നാണ് നാം പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ തുടർച്ചയിലാണ് ഇന്ന് ജില്ലാതലത്തിലുള്ള കായികമേള SSO HSS ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവധി ദിവസമായിട്ടും ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ സമാപന ചടങ്ങിൽ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിജയികൾക്കുള്ള ട്രോഫികൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA സമ്മാനിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, സ്കൂൾ പ്രിൻസിപ്പൽ TA പ്രവിത, പഴനിമല, ക്ലിന്റ് മാത്യു, ജംഷാദ് MK, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന കലാകായിക മേള ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SFI അമ്പലപ്പാറ ലോക്കൽ സമ്മേളനം കടമ്പൂരിൽ സംഘടിപ്പിച്ചു. കടമ്പൂർ BVALP സ്കൂളിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനം SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ വാഴൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ യൂണിറ്റ് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 110 വിദ്യാർത്ഥിനികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ S കുമാർ, CR രജീഷ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്യാംദാസ് എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി MV അഭിനവ് സ്വാഗതം പറഞ്ഞു. ലോക്കൽ പ്രസിഡന്റ് P രജീഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്കും മറുപടിക്കും ശേഷം സമ്മേളനം 17 അംഗ പുതിയ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. P നയന നന്ദി രേഖപ്പെടുത്തി. പുതിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി P നയനയെയും പ്രസിഡന്റായി P രജീഷിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരക കലാപീഠം വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ ഉത്സവങ്ങളുടെ സമാപനം നടന്നു. സമാപന സമ്മേളനവും സമ്മാന വിതരണവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. ഞാനിതെല്ലാം സൂചിപ്പിച്ചത് നമ്മളിന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്ന ഈ സന്ദർഭം ഇത് നമ്മുടെ നാടിന്റെ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ കല പഠിക്കുന്നതിന്, കല അഭ്യസിക്കുന്നതിന്, അരങ്ങേറ്റം നടത്തുന്നതിന് അവരേത് ജാതിയിൽപ്പെട്ടയാളാണ്, ഏത് മതത്തിൽപ്പെട്ടയാളാണ്, ഏത് സാമൂഹ്യപരമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നയാളാണ്, എത്രമാത്രം സാമ്പത്തികമായ ശേഷിയുള്ളയാളാണ് എന്നൊന്നുമുള്ള വിവേചനമില്ലാതെ ഇഷ്ടമുള്ള കല പഠിക്കാൻ ഇവിടെ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരമുള്ള ചെയർമാൻ K ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ, വാർഡ് അംഗം K ശ്രീവത്സൻ,
NM നാരായണൻ നമ്പൂതിരി, IM സതീശൻ, മഞ്ഞളൂർ സുരേന്ദ്രൻ, P മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കോട്ടായി കീഴത്തൂർ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടിത്തത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമത്സരങ്ങൾ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് ഉദ്ഘാടനം ചെയ്തു. കഥാരചന, ചിത്രരചന, കവിതാരചന, മാപ്പിളപ്പാട്ട്, ദേശഭക്തി ഗാനം ഉൾപ്പെടെ 10ഓളം ഇനങ്ങളിൽ മത്സരം നടന്നു. നിരവധി രക്ഷിതാക്കൾ മത്സരത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ A സുബയ്യർ, സ്കൂൾ മാനേജർ മുഹമ്മദ് കരീം മാസ്റ്റർ, വിധികർത്താക്കളായ അബ്ബാസ് മാസ്റ്റർ, അനസ് മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് ശോഭന എന്നിവർ സംസാരിച്ചു. മുണ്ടക്കോട്ടുകുരിശി വള്ളുവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 22ാം വാർഷികാഘോഷം നടന്നു. സെലസ്റ്റിയ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ഔന്നത്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്കതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അക്കാദമിക് നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയും. അപ്പൊ 22ാമത് വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ ഈ വിദ്യാലയം ഈ ഗ്രാമപ്രദേശത്ത്, ഗ്രാമത്തിന്റെ തനിമ നിലനിൽക്കുന്ന ഈ മുണ്ടക്കോട്ടുകുരിശി പ്രദേശത്ത് പ്രശസ്ത മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ മുഖ്യ അതിഥിയായി. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സൗമ്യ വികാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ P സുനന്ദ, സ്കൂൾ ചെയർപേഴ്സൺ രാധിക പ്രകാശ്, അഡ്മിനിസ്ട്രേറ്റർ പ്രീത രാജേഷ്, വൈസ് പ്രിൻസിപ്പൽ സുബിത രാജ്, PTA പ്രസിഡന്റ് വൃന്ദ രവികുമാർ, മാനേജ്മെന്റ് അംഗം രാജേഷ് കുമാർ, വിദ്യാർത്ഥി പ്രതിനിധികളായ KS ആദിദേവ്, P ഷിഫിന, അശ്വൻ, ഫാത്തിമ മിൻഷ, ഫാത്തിമ ഷിഫാന, അധ്യാപകരായ KR സന്ധ്യ, PR വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച മിമിക്രിയും വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് നമ്മുടെ വള്ളുവനാടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 22ാമത് അതെന്താ ഒരു ചിരി? അതെന്തിനാ ചിരിക്കുന്നത്? ആ കുട്ടി വിചാരിക്കുന്നത് ഇദ്ദേഹം ഈ സ്പീഡിൽ പറഞ്ഞു പോയ ഈ പരിപാടി ഇതൊന്നും അവസാനിക്കില്ല. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ രോഗിയുമായി വന്ന ആംബുലൻസിനെ നടുറോട്ടിൽ കുടുക്കിയ 3 ബസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്ത പോലീസ്. തെറ്റായ വശങ്ങളിലൂടെ കയറി വന്ന 3 ബസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തത് അന്തിക്കാട് പോലീസ്. ആംബുലൻസ് നടുറോട്ടിൽ കുടുങ്ങിയത് തൃശൂർ കാഞ്ഞാണിയിൽ. സംഭവം ഞായറാഴ്ച വൈകുന്നേരം 4:30-ഓടെ. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. നാളിതുവരെ സ്വീകരിക്കാത്ത സമര രീതികൾ ഗതികേട് കൊണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം കോടതി കയറേണ്ട അവസ്ഥയാണെന്നും പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപണം. പട്ടാമ്പി നേർച്ചയാഘോഷം CCTV നിരീക്ഷണത്തിലാക്കും. തീരുമാനം പോലീസ് സ്റ്റേഷനിൽ ചേർന്ന സുരക്ഷാ ക്രമീകരണ യോഗത്തിൽ. നേർച്ചയാഘോഷം ഇൻഷൂർ ചെയ്യാൻ ഷൊർണൂർ DYSP വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.